എന്താണ് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ വസ്വാസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അഥവാ എല്ലാവരുടെയും മനസ്സിനുള്ളിൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും മനസ്സ് ഇബ്ലീസിനെ അറിയും എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമോ? അൽഹംദുലില്ലാഹ്, ഇബ്ലീസ് അടക്കം ഏത് പടപ്പും അല്ലാഹ് നിശ്ചയിച്ച അസ്ബാബിൻ്റെ ഉള്ളിലാണ്. പറഞ്ഞുതരാം, നിങ്ങൾ കേക്ക് നിങ്ങൾ പയ്യനോട് വന്നില്ലേ, ഇരുട്ടിൽ വന്നില്ലേ, കേക്ക്. ഇബ്ലീസ് അടക്കം എല്ലാ പടപ്പുകളും അല്ലാഹ് നിശ്ചയിച്ച അസ്ബാബിൻ്റെ ഉള്ളിലാണ്. അല്ലാഹു തആലാക്ക് ഒരു അസ്ബാബും ആവശ്യമില്ല, ഒരു വ്യവസ്ഥയും ആവശ്യമില്ല. വ്യവസ്ഥകളാക്കിയവൻ അല്ലാഹു തആലയാണ്. ഇബ്ലീസ് മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നത് സഞ്ചരിക്കും, അതാണ് ഓൻ്റെ വ്യവസ്ഥ. ഇബ്ലീസിൻ്റെ വ്യവസ്ഥ അതാണ്. ആ വ്യവസ്ഥക്ക് അപ്പുറം ഇബ്ലീസിന് കഴിയുമെന്ന് വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. അതാണ് വ്യത്യാസം. ഏതു പടപ്പിനും അല്ലാഹു തആല ചില അസ്ബാബുകൾ എല്ലാത്തിനും സൃഷ്ടിപ്പ് നൽകി, എല്ലാത്തിനും അല്ലാഹു ഹിദായത്ത് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വഴിയാണിത്. എല്ലാ പടപ്പിനും അല്ലാഹു വെച്ച സിസ്റ്റമുണ്ട്, വ്യവസ്ഥയുണ്ട്. അത് മലക്കിനുണ്ട്, ജിന്നിനുണ്ട്, പിശാചിനുണ്ട്, മനുഷ്യന്മാർക്കുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഈ വ്യവസ്ഥ പ്രകാരമുള്ള കഴിവ് അതാണ് അല്ലാഹ് സൃഷ്ടികൾക്ക് നിശ്ചയിച്ചു കൊടുത്തത്. ഈ വ്യവസ്ഥയാക്കിയവൻ അല്ലാഹു തആലയാണ്. ഇപ്പം ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, അല്ലാഹ് വെച്ച വ്യവസ്ഥയാണ്. ഇനിയിപ്പോൾ അല്ലാഹ് വെച്ചത് ഭക്ഷണം കഴിക്കാതെ കാറ്റടിച്ചാൽ വിശപ്പ് മാറുന്നതായിരുന്നെങ്കിലോ, അപ്പോൾ അതാണ് വ്യവസ്ഥ. അതാണപ്പോൾ വ്യവസ്ഥ. അല്ലാഹ് വ്യവസ്ഥ വെച്ചു, ആ വ്യവസ്ഥ പ്രകാരം സൃഷ്ടികൾ മുന്നോട്ട് പോകുന്നു. ഈ വ്യവസ്ഥ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ ഈ വ്യവസ്ഥയെ ഉണ്ടാക്കിയവൻ മാത്രമാണ്. വ്യവസ്ഥ ആരാണ് ഉണ്ടാക്കിയത് അവന് മാത്രമേ വ്യവസ്ഥക്ക് അപ്പുറത്ത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമുക്കൊരു മരം ഇവിടെ മുളപ്പിക്കണമെങ്കിൽ നമ്മൾ കുഴി കുത്തും, വിത്തിടും, വളമിടും, വെള്ളമൊഴിക്കും, പരിചരിക്കും. ഇതാണ് വ്യവസ്ഥ. നാം മുളപ്പിക്കാൻ കഴിയോ? കഴിയില്ല. അല്ലാഹു തആല ഇവിടെ ഒരു മരം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാലോ ഈ വ്യവസ്ഥ ഒന്നും വേണ്ട. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാവട്ടെ, അല്ലാഹു ഉദ്ദേശിച്ചാൽ മതി, അത് ഉണ്ടാവും. ഈ സിസ്റ്റം ഒന്നും ആവശ്യമില്ല. ഇതാണ് വ്യവസ്ഥക്കപ്പുറമുള്ള കഴിവ്. ഇത് ഒരാൾക്ക് ഉണ്ട് വിശ്വസിച്ചാൽ ശിർക്കാണ്. എന്തുകൊണ്ട്? അപ്പം അള്ളാഹിൻ്റെ ഖുദ്റത്ത് മറ്റൊരാൾക്കുണ്ട് വിശ്വസിക്കലായി. ഖുദ്റത്തിൽ അള്ളാഹ്ക്ക് ശരീക്കില്ലല്ലോ, അള്ളാഹ് ഏകനാണ്, ശരീക്കില്ല, പങ്കുകാരില്ല. ഈ കഴിവ് ഒരാൾക്കുണ്ട് വിശ്വസിച്ചാൽ അള്ളാഹിൻ്റെ ഖുദ്റത്താണ് അയാൾ വെച്ചു കൊടുത്തത്. അതുകൊണ്ട് CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നവർ നമ്മൾ പറഞ്ഞു അത് ശിർക്കാണ്. കാരണം എന്താ? അത് തദ്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്കുള്ള തദ്ബീറാണത്. ഇനി വ്യവസ്ഥ പ്രകാരമുള്ള തദ്ബീറാണോ? അതല്ലല്ലോ നിങ്ങൾ ആരും വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു മുഖ്യമന്ത്രി പോലെ അല്ലെങ്കിൽ ഭരണാധികാരികൾ പോലെ ഈ രാജ്യത്തിലെ ഭരണാധികാരിയാണ് CM മടവൂർ എന്നാണോ? അല്ലല്ലോ. ഈ വ്യവസ്ഥക്കൊക്കെ അപ്പുറത്ത് മൂപ്പര് ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്നതാണ്. അങ്ങനത്തെ കഴിവ് അല്ലാഹു തആലക്കേ ഉള്ളൂ.